ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +1 പൊളിറ്റിക്കൽ സയൻസിൻ്റെ ചാപ്റ്റർ 2 റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ്. സോ നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ ടെക്സ്റ്റോ നോട്ട് എന്തെങ്കിലും കൂടി കയ്യിലെടുത്ത് വെച്ചിട്ട് കാണുക കേട്ടോ. ദെൻ എന്തായാലും നമുക്കിവിടെ റൈറ്റ്സിനെ പറ്റിയിട്ടാണ് പഠിക്കുള്ളൂ. റൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? അവകാശങ്ങളാണല്ലേ. അപ്പം നമ്മുടെ ഈ അവകാശങ്ങളെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഈ റൈറ്റ്സ് എന്ന് പറയുന്നത്. മീൻസ് പബ്ലിക്കിന് വേണ്ടിയിട്ട്. ദെൻ ഈ റൈറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിഗ്നിറ്റിയോടുകൂടി സെക്യൂർ ആയിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. നമുക്ക് അവകാശങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് അന്തസ്സോടുകൂടി ജീവിക്കാൻ പറ്റത്തുള്ളൂ. ദെൻ അടുത്ത് പറയുന്നൊരു കോൺസെപ്റ്റാണ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ? അവകാശ പത്രികയാണ്. അതായത് നമുക്ക് അവകാശപ്പെട്ട ഒത്തിരി അവകാശങ്ങളെ പറ്റിയിട്ട് നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്തിങ്ങനെ വച്ചിട്ടുണ്ട്. ആ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള റൈറ്റ്സിനെയാണ് നമ്മൾ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ട്. സോ ഈ ഒരു ഇമേജ് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയത്തില്ല. ഞാൻ പറയുന്ന കാര്യമൊന്നും നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണേ. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൗലിക അവകാശങ്ങളാണ്. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടനയിലെ 3ാമത്തെ പാർട്ടിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പാർട്ട് 3ലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ത് ചെയ്തിട്ടുള്ളത്? ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ ഒരു കാര്യം നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കിയിരിക്കുക. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട്, മീൻസ് ഡെമോക്രസി ആയതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ 6 അവകാശങ്ങൾ നമുക്ക് നമ്മുടെ ഭരണഘടന ഗ്യാരണ്ടി ചെയ്യുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ടു ഈക്വാളിറ്റി, അത് ആർട്ടിക്കിൾ എന്ന് പറയുമ്പം അനുച്ഛേദമാണ് കേട്ടോ. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് റൈറ്റ് ടു ഈക്വാളിറ്റി. ദെൻ റൈറ്റ് ടു ഫ്രീഡം 19 മുതൽ 22 വരെ. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ 23ഉം 24ഉമാണ്. ദെൻ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ 25 മുതൽ 28 വരെയാണ്. ദെൻ അടുത്ത് വരുന്നത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ് 29ഉം 30ഉമാണ് കേട്ടോ. ദെൻ ലാസ്റ്റത്തെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആർട്ടിക്കിൾ 32 ആണ്. ഇത് ആക്ച്വലി ഉണ്ടല്ലോ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് അത്ര എഴുതുക. ഓക്കെ, അപ്പോൾ തന്നെ അതിൻ്റെ ഒരു മേജർ പാർട്ട് ആയിക്കഴിഞ്ഞു. ദെൻ ഇനി നമുക്കിതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ ആർട്ടിക്കിൾസ് ഉൾപ്പെടെ വേണം ഈ ഒരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട്. ഈ അവകാശങ്ങൾ, ഈ 6 അവകാശങ്ങളും പഠിക്കുകയും വേണം. അതൊക്കെ ഏതൊക്കെ ആർട്ടിക്കിൾസിലാണ് ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതെന്നുള്ളത് കൂടി പഠിച്ചു വെച്ചേക്കുക. ഇതിലൊന്നാമത്തേതാണ് റൈറ്റ് ടു ഇക്വാളിറ്റി എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. റൈറ്റ് ടു ഇക്വാളിറ്റിക്കകത്ത് പ്രധാനമായിട്ടും 5 റൈറ്റ്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് പറയുന്നത് ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നുള്ളതാണ്. അത് ഒന്നാമത്തെ റൈറ്റാണ് കേട്ടോ. അതായത് ആർട്ടിക്കിൾ 14ാമത്തെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്, ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ്. 14 മുതലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 14ആണ് നമ്മളവിടെ പറഞ്ഞത്. ഇതെന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. ദെൻ അതുമാത്രമല്ല, എല്ലാവരെയും ഈ നിയമത്താൽ എല്ലാവരും പ്രൊട്ടക്റ്റഡ് കൂടിയാണ്. ഓക്കെ, എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു തരത്തിലുള്ള വിവേചനം, ഡിസ്ക്രിമിനേഷൻസോ കാര്യങ്ങളൊന്നും ജനങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും നിയമത്തിന് മുന്നിൽ ഒന്ന് തന്നെയാണ്, സമം തന്നെയാണ് എന്നാണ് ആർട്ടിക്കിൾ 14 പഠിപ്പിക്കുന്നത്. അതാണ് ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ആർട്ടിക്കിൾ 15 പോകുമ്പോൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഫ്രം ഡിസ്ക്രിമിനേഷനാണ്. എന്ന് പറയുമ്പോൾ ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ചാൽ എന്താണ്? വിവേചനമാണല്ലേ. അതായത് ഡിസ്ക്രിമിനേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി നിലനിൽക്കുന്നുണ്ട്. സോ അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഒഴിവാക്കുക. അതായത് ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഒക്കെ അങ്ങനെ പല പേര് പറഞ്ഞുള്ള എല്ലാ വിവേചനങ്ങളും മനുഷ്യരുടെ ഇടയിൽ നിന്ന് എന്ത് ചെയ്യുക? ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ 15 പ്രൊട്ടക്ഷൻ ഫ്രം ഡിസ്ക്രിമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ആർട്ടിക്കിൾ 16 ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതായത് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ അവസരങ്ങളല്ലേ. അവസരങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ഫീൽഡിൽ ഒക്കെ ആയാലും ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ചൊരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാണ്ട് എല്ലാവരെയും ഒരുപോലെ കണ്ട് എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 16 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അവിടെ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു ടേം പ്രത്യേകിച്ച് പറയുന്നുണ്ട്, പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ SC/ST കാറ്റഗറിയിലുള്ള ആൾക്കാർ, പിന്നെ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ബാക്ക്വേർഡ് നിൽക്കുന്ന OBC കാറ്റഗറി, അങ്ങനെയുള്ള കുറേ കാറ്റഗറീസ് ഇല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ ചില സ്പെഷ്യൽ പ്രൊവിഷൻസ്, റിസർവേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ പല ഫീൽഡിലും ഗവൺമെൻറ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ്? എല്ലാവർക്കും തുല്യ അവസരം കൊടുക്കണമെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടം ആൾക്കാർക്ക് ഇങ്ങനെ പ്രത്യേക പരിഗണന കൊടുക്കുന്നത് ആക്ച്വലി എന്തുകൊണ്ടാണ്? അവർക്ക് മുന്നോട്ട് വരാനുള്ളൊരു ക്യാപ്പബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രത്യേക
പ്രൊവിഷൻസൊക്കെ അങ്ങനെയുള്ള കാറ്റഗറീസിന് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിനെ പറയുന്ന പേര് പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ. അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു വിവേചനമാണ് അവിടെ നടക്കുന്നത്. ക്ലിയർ ആയോ? ഞാൻ പറയുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾ ആ പോയിൻറ്റ്സിലൂടെ തന്നെ നിങ്ങളുടെ കണ്ണ് പോകണം കേട്ടോ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ് പറയുന്നത്. അൺടച്ചബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം തൊട്ടുകൂടായ്മ അല്ലേ, ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. എന്തായാലും ഈ അൺടച്ചബിലിറ്റിയും കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം മീൻസ് ആർട്ടിക്കിൾ 17 പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, അത് ഒഴിവാക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ജൂൺ മാസം 1955 എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺടച്ചബിലിറ്റിയുടെ ഒഫൻസസ് ആക്ട് പാസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു നിയമം നിലവിൽ വന്നതോടുകൂടി അൺടച്ചബിലിറ്റി ഉള്ള മീൻസ് അൺടച്ചബിലിറ്റി പ്രിവെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നിയമപരമായിട്ട് തെറ്റായിട്ട് മാറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. ഇത് ആർട്ടിക്കിൾ 18 ഇൻക്ലൂഡ് ചെയ്ത് വരുന്നത് കേട്ടോ. അപ്പോൾ അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. അതായത് നമുക്ക് ഈ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ചില പദവികളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഈ പദവികളൊക്കെ നിർത്തലാക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്ന് പറയുമ്പോൾ അതായത് അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ ഇന്ത്യൻ പൗരന്മാർക്കൊക്കെ ഇപ്പോൾ ഫോറിൻ സ്റ്റേറ്റിൽ നിന്നൊക്കെ മീൻസ് വിദേശ രാജ്യത്തിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു ബഹുമതിയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നേരിട്ട് പോയി അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡൻറ്റിൻ്റെ അനുമതി ഉണ്ടാവണം. അതായത് ഇപ്പോൾ എന്താ പറയുക, ഞാൻ എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്തു, അപ്പം ഫോറിൻ കൺട്രീസിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ബഹുമതിയോ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞ് എന്നെ ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് നേരെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. എന്ത് ചെയ്യണം, എനിക്ക് പ്രസിഡൻറ്റ് പ്രത്യേക അനുമതി ഉണ്ടെങ്കിൽ അങ്ങനെ ഫോറിൻ കൺട്രീസിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ. സോ ഇങ്ങനെയുള്ള ടൈറ്റിൽസൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മാറ്റുക എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സൈനികപരമായിട്ടുള്ള പദവികളില്ലേ, മിലിറ്ററി ടൈറ്റിൽസ് ഉണ്ട്, പിന്നെ അതുമാത്രമല്ല ഈ അക്കാഡമിക്കലി കിട്ടുന്ന ടൈറ്റിൽസ്, ഇതിനൊന്നും ഈ ഒരു കാര്യം ബാധകമല്ല. പിന്നെ പറയുന്ന കാര്യം ചില സ്പെഷ്യൽ ടൈറ്റിൽസ് ആയിട്ടുള്ള പത്മശ്രീ, ഭാരതരത്ന, പരംവീർ ചക്ര, ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ചില പ്രത്യേക മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളവർക്ക് കൊടുക്കുന്നതാണല്ലേ. അതായത് ഇപ്പം സാമൂഹിക സാംസ്കാരിക മേഖലകളിലും ഒക്കെ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കഴിവ് തെളിയിച്ചവർക്കാണ് പത്മശ്രീ, ഭാരതരത്ന, പരംവീർ ചക്രയൊക്കെ കൊടുക്കുന്നത്. സോ ഇതിനൊന്നും വേറെ പ്രശ്നമില്ല. ഇതൊക്കെ എന്താ പറയുക, വാങ്ങുന്നതിനും കൊടുക്കുന്നതിനും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലാതെയുള്ള ടൈറ്റിൽസാണ് ആർട്ടിക്കിൾ 18 അബോളിഷ് ചെയ്തിട്ടുള്ളത്. സോ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു, നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലേ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ റൈറ്റ് ടു ഇക്വാളിറ്റിക്ക് അകത്ത് വരുന്ന 5 അവകാശങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമുക്കറിയാം റൈറ്റ് ടു ഇക്വാളിറ്റി 14 മുതൽ 18 വരെയാണ്. ഓക്കെ, അപ്പോൾ 14 എന്താണ്, 15 എന്താണ്, 16 എന്താണ്, 17 എന്താണ്, 18 എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് ആ ടോപ്പിക്സ് ഒന്നുകൂടി ഞാൻ വായിച്ചു തരാണ്, ഒന്ന് ശ്രദ്ധിക്കുക. ആർട്ടിക്കിൾ 14 എന്ന് പറയുമ്പോൾ ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ് ആണ്. ക്ലിയർ അല്ലേ? ദെൻ ആർട്ടിക്കിൾ 15 പ്രൊട്ടക്ഷൻ ഫ്രം ഡിസ്ക്രിമിനേഷൻ ആണ്. ആർട്ടിക്കിൾ 16 ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളത്. ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ്. ദെൻ ആർട്ടിക്കിൾ 18 അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് ആണ്. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ റൈറ്റ് ടു ഇക്വാലിറ്റി മാത്രമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള അവകാശം നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.